എന്ത് കഷ്ടമെന്ന് നോക്കി. ഞാൻ കുറച്ച് ഇഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നേ ഗ്രോ ബാഗിലൊക്കെ. ഇതാണ്ടോ, ഇതാ ഇത്ര നാളും ഇഞ്ചി വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുകയായിരുന്നേ. ഇത് കണ്ടോ, ഇന്നലെ രാത്രി വന്നിട്ട് എല്ലാം ഇഞ്ചി ഇരുന്ന അതുവരെ കണ്ടോ എല്ലാം ഇളക്കി മറിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കിളച്ച് എല്ലാം കിളച്ച് ഉഴുത് മറിച്ച് ഇട്ടിരിക്കുക. അങ്ങോട്ട് നോക്കി എൻ്റെ ഗ്രോ ബാഗിനെയൊക്കെ എല്ലാം വലിച്ച് പൊട്ടിച്ച് മുളക് നിന്നതാണ് ഇതിൽ. ഉണ്ടോ, ഇത് ചെയ്യാനെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇഞ്ചി ഇത്ര നാളും കുഴപ്പമില്ലായിരിക്കുന്നു. ഞാൻ കുറേ എണ്ണത്തിവിടെ ഇഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നേ, കുറേ എല്ലാം മറിച്ചിട്ടു. ഇതുണ്ടോ, അതിനകത്തൊക്കെ തോണ്ടി മറിച്ച് ഇട്ടേക്കുക. ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച് എന്ത് ചെയ്യുക. അതാ തറയിലൊന്നും വയ്ക്കാതെ ഞാനിങ്ങനെ ഗ്രോ ബാഗിൽ വെച്ച് നോക്കിയത്. എവിടെ വെച്ചിട്ടും നമുക്കൊരു രക്ഷയില്ല. ഇത് ഞാൻ കുറച്ച് കോഴി കാഷ്ടമൊക്കെ അരി കൊണ്ടിട്ടതാണ്. അതൊക്കെ ഇതാ കണ്ടോ ഇളക്കി ഒക്കെ ഇട്ട് തരും അപ്പോൾ ഉണങ്ങാനായിട്ട്. ഇത് ഇന്നലെ രാത്രിയത്തെ പണിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കൊണ്ട് തട്ടിയതായി സാധനം. തട്ടി നല്ല മമ്മട്ടിയിട്ട് നല്ല തട്ടിപ്പറക്കിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. ഇതുണ്ടോ ഗ്രോ ബാഗിരുന്ന മുളക് തൈ അതിനകത്തിരുന്ന മണ്ണെല്ലാം പോയി. എന്തായാലും ഇന്നലെ വന്നിട്ട് വീരപരാക്രമമാണ് കാണിച്ചിട്ട് പോയിരിക്കുന്നത്. ഇതുണ്ടോ, ഒരു വാഴയുടെ വാഴ എന്തായാലും ഇപ്പം മറിഞ്ഞ് വീഴും. ഇത് ഉണ്ടോ, എല്ലാം എൻ്റെ മൂടെല്ലാം മണ്ണെല്ലാം മാന്തി. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിരിക്കുക. പക്ഷേ നമ്മുടെ ഉള്ളിനകത്ത് സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്ന് വെച്ച് എന്തെങ്കിലും ഇത്തിരി സ്ഥലമുള്ളിടത്ത് കുറച്ചെന്തെങ്കിലും വെക്കാമെന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ. നമ്മളെ കൊണ്ട് എന്തായാലും ഇപ്പോൾ ഒന്നും അതിൻ്റെ നമുക്ക് കാമ്പൗണ്ടൊന്നും കെട്ടിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഒരിക്കൽ പച്ച നെറ്റ് മേടിച്ചെല്ലാം കെട്ടി, അതൊക്കെ പോയി, എല്ലാം പോയി. അതുകൊണ്ട് എൻ്റെ ഇതുവരെ ഈ തെങ്ങ് കുഴപ്പമില്ലാതെ നിന്നേ. ഇത് തെങ്ങ് കണ്ടില്ലായിരുന്നല്ല, ഇതുവരെ ഒന്നും ചെയ്തില്ല. കണ്ട ഇന്നലെ കുറേ പേര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ തെങ്ങ് ഇനി നോക്കണ്ട, നാളത്തേക്ക്. ഇതാണ് കൃഷിയൊക്കെ ചെയ്യുന്നവരുടെ അവസ്ഥ. ആർക്കും കൃഷി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് തരിശു ഭൂമികൾ ഇപ്പോൾ എനിക്കൊന്ന് കൂടുതലും കാണുന്നത്. കൃഷി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിവിടെയും അതെ കണ്ടോ പുല്ല് നിറഞ്ഞ് കിടക്കുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു 3 മാസം ആയതേ ഉള്ളൂ കേട്ടോ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട്. വെറുതെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. വൃത്തിയാക്കുന്നതിന് എന്തുമാത്രം കാശാവുമെന്നറിയാവോ. ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു നിയന്ത്രണം എങ്ങനെയെങ്കിലും കൊണ്ടുവന്നാലേ നമ്മുടെ പോലുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ഒന്നും വൃത്തിയാക്കാതിരിക്കാനും പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി വരുന്ന സ്ഥലമല്ലേ. ഒന്നാമത് ഇവിടെയൊക്കെ എല്ലായിടവും കാടായത് കാരണം ജന്തുക്കളുടെ ശല്യം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് വൃത്തിയാക്കാതിരിക്കാനും പറ്റില്ല. അത്രയും രൂപ കൊടുത്ത് നമ്മൾ വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒന്നും നടാനോ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പം നമുക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇത്രയും കാശ് മുടക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ചെയ്യാൻ